അപ്പോൾ അടുത്ത ചാപ്റ്റർ നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി തുടങ്ങാം. മൂന്നാമത്തെ ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം കറണ്ട് എന്തുവാ പോകുന്നത്. കറണ്ട് നോക്കാം. വേണ്ട കറണ്ട് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണെന്ന് അറിയാം. സാധാരണ ഐ ആണ് നമ്മൾ ഫിസിക്സിനകത്ത് എന്ത് ചെയ്യുന്നത്, കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഇനി നോക്കിക്കേ, നമ്മൾ ഒരു കണ്ടക്ടർ എടുക്കുക. കണ്ടോ, ഒരു നമ്മുടെ ഒരു കണ്ടക്ടറാണ്, കണ്ടില്ലേ കണ്ടക്ടർ. അപ്പോൾ ഈ കണ്ടക്ടറിനകത്ത് എന്തൊക്കെയുണ്ട്, ഒരുപാട് ചാർജസ് കാണും അല്ലേ. ഒരുപാട് ചാർജസ് ഇങ്ങനെ തിക്കി നിരങ്ങിയിരിക്കുമായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ട്രോൺസ്. കണ്ടല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കും. കണ്ടോ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ സാധാഗതി നമ്മൾ പറയുന്നത് എന്താ, എനർജി. കണ്ടോ, നമ്മളെന്ത് കൊടുക്കും, ഒരു എനർജി കൊടുക്കും. കണ്ടല്ലേ, നമ്മളെന്ത് കൊടുക്കുന്നത്, എനർജി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചാർജസ് എല്ലാം എന്ത് ചെയ്യും, ഈ എനർജി കാരണം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. കണ്ടോ, ചാർജസ് എല്ലാം എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. കണ്ടോ. അപ്പോൾ ഈ ഫ്ലോ ഓഫ് ചാർജസിനെയാണ് നമ്മൾ സാധാഗതിയിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മളെന്ത് വിളിക്കുന്നത്, കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ്. ഒന്നും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയും. എന്താ പറയും, നമ്മൾ കറണ്ടിന് എന്താ പറയും, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. കേട്ടോ, ചാർജസിൻ്റെ ഫ്ലോയിൻ്റെ റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത്. കേട്ടോ, കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കറണ്ട് എന്ന് വെച്ചാൽ എന്താ, ഫ്ലോ ഓഫ് റേറ്റ് ഓഫ് ചാർജ് അല്ലേ. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തുവാ, വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ആര്, ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. കണ്ടോ, അപ്പം നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും, ഐ ഈസ് ഇക്വൽ ടു ക്യൂ ബൈ ടി. കണ്ടോ, ഐ ഈസ് ഇക്വൽ ടു എന്താ, ക്യൂ ബൈ ടി. ദാറ്റ് മീൻസ് കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. കണ്ടോ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എന്തായിരിക്കും, ചാർജ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് കറണ്ട് എന്താണെന്ന് മനസ്സിലായി അല്ലേ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഈസ് കാൾഡ് കറണ്ട്. ഇനി കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. കറണ്ടിൻ്റെ യൂണിറ്റ് നോക്കിക്കേ, ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്, കൂളമ്പാണ് അല്ലേ. ചാർജിൻ്റെ യൂണിറ്റ് എന്താ, കൂളമ്പ്. ടൈമിൻ്റെ യൂണിറ്റ് എന്തുവാ, സെക്കൻഡ്. ശരിയല്ലേ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ നോക്കിക്കേ, കറണ്ട് യൂണിറ്റ് എന്ത് നമുക്ക് പറയാം, കൂളം പെർ സെക്കൻഡ്. ഈ കൂളം പെർ സെക്കൻഡിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ആംബിയർ. കണ്ടോ, എന്താ വിളിക്കുന്നത്, ആംബിയർ എന്ന് വിളിക്കും. കണ്ടോ, നമ്മളെന്ത് വിളിക്കുന്നത്, ആംബിയർ എന്ന് വിളിക്കുന്നത്. കണ്ടോ. അപ്പം ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് എന്തായിരിക്കും, ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് എന്താണ്, ആംബിയർ. കണ്ടോ, ആംബിയർ ആണ് ഏത്, കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നോക്കിക്കേ, നമുക്കറിയാം 1 ആംബിയർ ഈസ് ഇക്വൽ ടു 1 കൂളം പെർ 1 സെക്കൻഡ് എന്ന് പറയുമോ അല്ലേ. 1 ആംബിയർ ഈസ് ഇക്വൽ ടു 1 കൂളം പെർ 1 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും, ആരെങ്കിലും ചോദിക്കുകയാണ് ഡിഫൈൻ 1 ആംബിയർ എന്ന് പറയുന്നത്, ഡിഫൈൻ 1 ആംബിയർ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് അല്ലേ. 1 ആംബിയർ ഈസ് ദ, നമുക്ക് എന്താ പറയാം, 1 ആംബിയർ ഈസ് ദ ഫ്ലോ ഓഫ് 1 കൂളം ചാർജ് ഇൻ 1 സെക്കൻഡ്. കണ്ടോ, ഇൻ 1 സെക്കൻഡ്. കണ്ടോ, 1 ആംബിയർ ഈസ് ദ ഫ്ലോ ഓഫ് 1 കൂളം ചാർജ് ഇൻ 1 സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ച്, കറണ്ട് എന്തുവെന്ന് പഠിച്ച്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എന്താണ്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആൻഡ് ദ യൂണിറ്റ് ഓഫ് ദ കറണ്ട് ഈസ് ആംബിയർ ആൻഡ് 1 ആംബിയർ ഈസ് said to be rate of flow of 1 coulomb charge in 1 second is called 1 ampere. കേട്ടോ, ഇനി നമുക്ക് പഠിക്കേണ്ടതാണ്. നോക്കിക്കേ, നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട് ആവറേജ് വെലോസിറ്റി, ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ആവറേജ് കറണ്ട്. നോക്കിക്കേ, ആവറേജ് കറണ്ടും ആവറേജ് കറണ്ട് എന്തായിരിക്കും, നമ്മൾ ആവറേജ് വെലോസിറ്റി ഒക്കെ പഠിച്ചപ്പോൾ എന്തായിരുന്നു, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെയാണ് ആവറേജ് കറണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ടോട്ടൽ ചാർജ്. കേട്ടോ, ഫ്ലോ ഓഫ് ടോട്ടൽ ചാർജ്
ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. കണ്ടോ, ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. കേട്ടോ, ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞു. ആവറേജ് കറണ്ട് എന്താ? ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ചാർജ് ടു ദ ടോട്ടൽ ടൈം. കണ്ടോ, ടോട്ടൽ ടൈം. ഇനി അടുത്ത എന്തുകൊണ്ട്? അടുത്ത നമുക്കറിയാം, അടുത്ത എന്തുവാണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചാർജിന് നമുക്ക് എന്ത് വിളിക്കാം? വേണ്ട, വലിയ ക്യൂ അല്ലേ. ടോട്ടൽ ടൈം എന്താ? വലിയ ടി. കണ്ടോ, അപ്പോൾ എന്ത് വിളിക്കാം നമുക്ക്? ആവറേജ് കറണ്ട് എന്തുവാ? ആവറേജ് കറണ്ട് ഐ ആവറേജ് എന്ന് വിളിക്കാം. കണ്ടോ, ഐ ആവറേജ് ഇസ് ഈക്വൽ ടു അല്ലേ ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇനി അടുത്തയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. അപ്പോൾ നോക്കിയാൽ ചില ബുക്കിനകത്ത് ഇങ്ങനെ കാണും, ചില ബുക്കിനകത്ത് ഡെൽറ്റ ക്യൂഡ് ബൈ ഡെൽറ്റ ടി എന്നൊക്കെ കാണും. നോക്കിക്കേ, ചില ബുക്കിനകത്ത് ഇങ്ങനെയും കാണും, ഐ ആവറേജ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ചേഞ്ച് ഇൻ ചാർജ് ബൈ ടോട്ടൽ. ഇതെന്താ ടോട്ടൽ ചേഞ്ച് ഇൻ ചാർജ് എന്ന് വെച്ചാൽ ടോട്ടൽ ഫ്ലോ ഓഫ് ചാർജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്താ ടോട്ടൽ ചേഞ്ച് ഇൻ ടൈം എന്ന് വെച്ചാൽ ഇനിഷ്യൽ ടൈം മൈനസ് ഫൈനൽ ടൈം. എന്തുമായിരിക്കും അതിൻ്റെ അർത്ഥം? എന്തുവാ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം തന്നെ അല്ലേ, ടോട്ടൽ ടൈം തന്നെ. അത് തന്നെയാണ് ഐ ആവറേജ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, നമുക്ക് ഐ ആവറേജ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം ചെയ്തു. ഐ ഈസ് ഈക്വൽ ടു 4t² + 2t. കേട്ടോ, നമുക്ക് ചാർജ് തന്നിട്ടുണ്ട്. Q ഈസ് ഈക്വൽ ടു എന്താ? 4t² + 2t. നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐ ആവറേജ് കണ്ടുപിടിക്കേണ്ട എവിടെ മുതൽ എവിടം വരെ? T0 മുതൽ T3 വരെ. കണ്ടോ, T0 മുതൽ T3 വരെ. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഐ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 3 സെക്കൻഡ് വരെ അവിടെ എത്ര ആവറേജിൽ കറണ്ട് പോകുന്നത്. കണ്ടോ, അവിടെ എത്ര ആവറേജിൽ കറണ്ട് പോകുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, നമുക്കറിയാം ഐ ആവറേജിൻ്റെ ഇക്വേഷൻ എന്താ? ഐ ആവറേജിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ് നമുക്ക് ഡെൽറ്റ ക്യൂ എന്താ? Q2 - Q1 എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ Q ഫൈനൽ മൈനസ് Q ഇനിഷ്യൽ. കണ്ടോ, Q ഫൈനൽ മൈനസ് Q ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടൈം ഫൈനൽ മൈനസ് ടൈം ഇനിഷ്യൽ അല്ലേ. T ഫൈനൽ മൈനസ് T ഇനിഷ്യൽ നമുക്ക് എഴുതാമല്ലോ. T ഫൈനൽ മൈനസ് T ഇനിഷ്യൽ. ഇനി Q ഫൈനൽ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, മൂന്നാമത്തെ സെക്കൻഡ് അല്ലേ ഫൈനൽ. അപ്പോൾ നോക്കാം, നമുക്ക് മൂന്നാമത്തെ സെക്കൻഡിലെ Q കണ്ടുപിടിക്കാം. Q/3. കണ്ടോ, ഇതാണ് Q ഫൈനൽ. Q/3 എന്തായിരിക്കും? 4 × 3² + 2 × 3. ശരിയല്ലേ? അപ്പോൾ എന്ത് വരും? 4 × 9 + 6. അപ്പോൾ എന്തായിരിക്കും? 36 + 6 42. കണ്ടോ, Q3 എന്ത് കിട്ടി? 42 എന്ന് വെച്ച് കഴിഞ്ഞാൽ Q ഫൈനൽ. അപ്പോൾ നമുക്ക് Q ഇനിഷ്യൽ കണ്ടുപിടിക്കാമല്ലോ. Q ഇനിഷ്യൽ എന്താ? Q/0 എന്തായിരിക്കും? 4 × 0² + 2 × 0 അല്ലേ. 4 × 0² + 2 × 0 എന്തേ വരത്തുള്ളൂ? 0 വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് എന്തോ കിട്ടി? Q ഫൈനൽ കിട്ടി. Q ഫൈനൽ എന്താ? 42. കണ്ടോ, Q ഫൈനൽ എന്താ? 42. Q0 എന്താണ്? Q0 0 കിട്ടി അല്ലേ. Q0 കണ്ടോ, ബൈ ടോട്ടൽ ടൈം എന്തുവാ? ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം ബൈ 3 - 0. അപ്പോൾ 42/3 വരും അല്ലേ. 42/3 അതായത് സംതിങ് 14 വരും അല്ലേ. 14 വരും. കണ്ടോ, 14 ആംപിയർ കിട്ടി. കണ്ടോ, ഇതാണ് ഐ ആവറേജ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐ ആവറേജ് കണ്ടുപിടിക്കുന്നത്. എന്താ? ഐ ആവറേജ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ടൈം അല്ലേ. ടോട്ടൽ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? ഫൈനൽ ചാർജ് മൈനസ് ഇനിഷ്യൽ ചാർജ് ആണ്. ടോട്ടൽ ടൈം ഫൈനൽ ചാർജ് മൈനസ് ഇനിഷ്യൽ ടൈം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ അല്ലേ? നമുക്ക് ഒരു പ്രോബ്ലം കൂടെ വേണമെങ്കിൽ ചെയ്യാറുണ്ട്. നോക്കിക്കേ, അടുത്ത് നമ്മളൊരു ചോദ്യം തരുകയാണ്. നമുക്ക് Q is equal to 4t³ + 3t². 4t ഇത്രയും തരുവാണ്. എന്നിട്ട് t is equal to 0, t is equal to 2 സെക്കൻഡ്. കേട്ടോ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഐ ആവറേജ് കണ്ടുപിടിക്കണം. ഐ ആവറേജ് ഇക്വേഷൻ അറിയാമല്ലോ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ലേ. ചേഞ്ചിങ് ചാർജ് ബൈ ചേഞ്ചിങ് ടൈം. അതിൻ്റെ അർത്ഥം എന്താ? Q ഫൈനൽ മൈനസ് അല്ല, ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ Q ഫൈനൽ മൈനസ് Q ഇനിഷ്യൽ ഡിവൈഡ് ബൈ ടൈം ഫൈനൽ മൈനസ് T ഇനിഷ്യൽ
അല്ലേ? അപ്പോൾ എന്ത് വരും? ക്യൂ ഫൈനൽ എന്ന് പറയുമ്പോൾ എത്ര? ക്യൂ ഫൈനൽ എന്തായിരിക്കും? ഫൈനൽ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ് അല്ലേ? അപ്പം ക്യൂ അറ്റ് 2 സെക്കൻഡ് എന്തായിരിക്കും? 4 ഇൻറ്റു ടൈമിനെല്ലാം എന്ത് കൊടുത്താൽ മതി? 2 സെക്കൻഡ് കൊടുത്താൽ മതി. അപ്പോൾ 2 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 2, അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 8 പ്ലസ് 4 ഇൻറ്റു 8, 4 ഇൻറ്റു 8, അപ്പോൾ എത്ര? 32 പ്ലസ് 8 40 വരും. കണ്ടോ? 40 വരും. ഓക്കെ അല്ലേ? ഇനി ക്യൂ അറ്റ് 0 സെക്കൻഡ് നോക്കാം അല്ലേ? ക്യൂ അറ്റ് 0 സെക്കൻഡ്. അപ്പോൾ എത്ര വരും? ക്യൂ അറ്റ് 0 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടിക്ക് മുഴുവൻ എന്ത് കൊടുത്താൽ മതി? 0 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 0 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 0 എന്ത് വരത്തുള്ളൂ? 0 വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. ക്യൂ ഫൈനൽ എന്താ? ക്യൂ ഫൈനൽ 40. ക്യൂ ഇനിഷ്യൽ എന്താ? 0 ഡിവൈഡ് ബൈ ടൈം ഫൈനൽ എന്താ? ടൈം ഫൈനൽ അല്ലേ? അവസാനത്തെ ടൈം എന്തുവാ? 2 മൈനസ് ഇനിഷ്യൽ എന്താ? 0. അപ്പോൾ എന്ത് വരും? 40/2 = 20 ആംപിയർ. കണ്ടോ? 20 ആംപിയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐ ആവറേജ് എന്ത് കിട്ടി? 20 ആംപിയർ കിട്ടി. കണ്ടോ? ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടതാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. കണ്ടോ? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റൻറ്റ് ടൈം അല്ലേ? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നൊക്കെ പഠിച്ചിട്ടില്ല. അപ്പം അടുത്ത് പഠിക്കുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. കണ്ടോ? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് വെച്ചാൽ എന്താ? ദ കറണ്ട് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. കണ്ടോ? കറണ്ട് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. കണ്ടോ? പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള കറണ്ടിനെയാണ് നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്തുവാ പറയുന്നത്? മൂന്നാമത്തെ സെക്കൻഡിലുള്ള കറണ്ട് എന്തുവാണ്? കണ്ടോ? മൂന്നാമത്തെ സെക്കൻഡിലുള്ള കറണ്ട് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അത് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയും. 0 മുതൽ 3 സെക്കൻഡ് വരെ എത്ര കറണ്ട് ഒഴുകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആവറേജ് കറണ്ടാണ്. മൂന്നാമത്തെ സെക്കൻഡിൽ എത്ര കറണ്ട് ഉണ്ടോ? രണ്ടാമത്തെ സെക്കൻഡിൽ എത്ര കറണ്ട്? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ എത്ര കറണ്ട് ഒഴുകിയെന്ന് പറയുമ്പോൾ ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. കണ്ടോ? കറണ്ട് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഇസ് കാൾഡ് എന്ത് പറയും നമ്മൾ? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയും. അപ്പോൾ നോക്കിക്കേ, ഐ ഇൻസ്റ്റൻറ്റേനിയസ് ഈസ് ഈക്വൽ ടു താണ്ടെ ഐ ഇൻസ്റ്റൻറ്റേനിയസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാറ്? ലിമിറ്റ് ഡെൽറ്റ ടി ടേൺസ് ടു 0 ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് കറണ്ട് എന്തുമായിരുന്നു? ഇതായിരുന്നു അല്ലേ? ഇതെന്തുമായിരുന്നു? നമ്മുടെ ആവറേജ് കറണ്ട് ആയിരുന്നു. ഈ ആവറേജ് കറണ്ടിൻ്റെ ചേഞ്ച് ഇൻ ടൈം എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റൊക്കെ വന്നത്. കണ്ടോ? ഇതൊക്കെ +2 നമ്മൾ മാത്സിനകത്ത് പഠിക്കും. എന്താണ് ലിമിറ്റ് ഡെൽറ്റ ടേൺസ് ടു 0? കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? ആവറേജ് കറണ്ട് ഇങ്ങനെ ആയിരുന്നു. ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ചേഞ്ച് ഇൻ ടൈം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ ആ ചേഞ്ച് ഇൻ ടൈം എന്താ? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്താ? പർട്ടിക്കുലർ ടൈം അല്ലേ? പർട്ടിക്കുലർ ടൈമിൽ ചേഞ്ച് ഇൻ കറണ്ട് ഇല്ല, ചേഞ്ച് ഇൻ ടൈം ഇല്ല. ചേഞ്ച് ഇൻ ടൈം എന്തുവാ? 0 ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റൻറ്റേനിയസിൻ്റെ ഇക്വേഷൻ. ഇവിടെ നിന്നാണ് എന്ത് വരുന്നതെന്ന് അറിയാമോ? ഈ കാര്യത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത് ഇതിനെ dq/dt എന്ന് എഴുതാൻ പറ്റും. കണ്ടോ? എന്താ എഴുതാൻ പറ്റുന്നത്? dq/dt. കേട്ടോ? ഐ ഇൻസ്റ്റൻറ്റേനിയസ് ഈസ് ഈക്വൽ ടു dq/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? ഐ ഇൻസ്റ്റൻറ്റേനിയസ് ദ ഡെറിവേറ്റീവ് ഓഫ് ചാർജ്. കേട്ടോ? എന്താ പറയാം നമുക്ക്? ഡെറിവേറ്റീവ് ഓഫ് ചാർജ് ആരുടെ? വിത്ത് റെസ്പെക്ട് ടു ടൈം. കണ്ടോ? ഡെറിവേറ്റീവ് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. കണ്ടോ? ചാർജിൻ്റെ ഡെറിവേറ്റീവാണ് ആര്? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ആരുടെ റെസ്പെക്റ്റ്? വിത്ത് റെസ്പെക്ട് ടു ടൈം. കണ്ടോ? വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം നമ്മൾ ഇത് ഇത്രയും നല്ലോണം മനസ്സിലാക്കണമെങ്കിൽ +2 മാത്സ് നല്ലോണം മനസ്സിലാക്കിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? അതിൻ്റെ ഡെപ്തിലോട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇൻസ്റ്റൻറ്റേനിയസ് എന്താ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ആവറേജ് ടൈമിൻ്റെ ചേഞ്ച് ഇൻ ടൈം എന്തായി മാറും? 0 ആവും. ഇതിനെയാണ് നമ്മൾ മാത്സിനകത്ത് എന്ത് പറയും? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം dq/dt എന്ന് കിട്ടും. നമ്മളുണ്ടോ? dq/dt എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയേ, നമ്മൾ പഠിച്ച് I = എന്താ? dq/dt ആണ് പഠിച്ചത്. ഇനി
നമ്മൾ എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ, ഡി എക്സ് റേസ് ടു എൻ ബൈ ഡി എക്സ്, ശരിയല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 മാത്സിനകത്ത് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെയാണ് വേണ്ട ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് കേട്ടോ. ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് എന്താ? ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് എന്ന് വെച്ചാൽ എന്ത് വരും? ഇവിടെ എക്സിന് പകരം ടി വന്നതേ ഉള്ളൂ കേട്ടോ. എക്സിന് പകരം എന്താ? ടി വന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ എന്തായിരിക്കും? എന്നിന് പകരം 3 അല്ലേ? 3 ടി കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ 3t² കണ്ടോ. കാരണം നമുക്ക് ക്യൂ ഒക്കെ തരുന്നത് എങ്ങനെ ആയിരിക്കും എന്നറിയാം. ക്യൂ ഒക്കെ എപ്പോഴും നമ്മുടെ ചാർജൊക്കെ എപ്പോഴും ആരുടെ ഫംഗ്ഷൻ ആയിരിക്കും എന്നറിയോ? ടൈമിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് t³ + t². കണ്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ക്യൂ ഈസ് ഈക്വൽ ടു എന്താ? t³ + t², ഫൈൻഡ് ദ കറൻറ്റ്. കണ്ടോ, ഫൈൻഡ് ദ കറൻറ്റ് അറ്റ് 2 സെക്കൻഡ്. കണ്ടോ രണ്ടാമത്തെ സെക്കൻഡിൽ അറ്റ് 2 സെക്കൻഡ്. കണ്ടോ ഫൈൻഡ് ദ കറൻറ്റ് അറ്റ് 2 സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ രണ്ടാമത്തെ സെക്കൻഡിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സെക്കൻഡിലെ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ സെക്കൻഡിലെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതെന്തോ ചോദിച്ചിരിക്കുന്നത്? അത് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്, ശരിയല്ലേ? രണ്ടാമത്തെ സെക്കൻഡിലെ കറണ്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് എന്ത് കറണ്ടാണ്? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് അല്ലേ ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ, dq/dt ആയിരുന്നു, ശരിയല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് നോക്കിക്കേ, ചാർജിന് ഇട്ട് കൊടുക്കുക അല്ലേ. ചാർജിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്താ? t³ + t² / dt. കണ്ടോ dt കണ്ടോ. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? അതാണ്ട ഓരോന്നിനും ഡെറിവേറ്റീവ് കൊടുക്കണം. അപ്പോൾ എങ്ങനെ ആയിരിക്കും? d/dt ഓഫ് t³ + d/dt ഓഫ് t². ഒന്നുമില്ല, ഓരോന്നിനും എന്ത് ചെയ്ത് ഡെറിവേറ്റീവ് കൊടുക്കും. ഇനി t³ ഡെറിവേറ്റീവ് എന്തുവാ വിത്ത് റെസ്പെക്ട് ടു ടി? കണ്ടോ t³ ഡെറിവേറ്റീവ് എന്തുവാ? നമുക്കറിയാം 3t² പ്ലസ് ഇതിൻ്റെ എന്തായിരിക്കും? 2t² - 1 അല്ലേ. അപ്പോൾ എന്ത് വരും? 2t വരും. കണ്ടോ. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് വേണ്ട i കിട്ടി. കണ്ടോ നമുക്ക് എന്ത് കിട്ടി? i കിട്ടി. ഐയുടെ ഇക്വേഷൻ എന്താ? 3t² + 2t അല്ലേ. 3t² + 2t. ഇനി i എത്രാമത്തെ സെക്കൻഡിലെ? രണ്ടാമത്തെ സെക്കൻഡിലെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. i രണ്ടാമത്തെ സെക്കൻഡിലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടൈമിന് 2 അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ 3 × 2² + 2 × 2. അപ്പോൾ എന്ത് വരും? 3 × 4 + 8 4 വരും അല്ലേ. അപ്പോൾ എന്തായിരിക്കും? 12 + 4 16 വരും. കണ്ടോ 16 എന്തായിരിക്കും? ആംപിയർ. കണ്ടോ. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ നല്ലോണം തറവാകുമ്പം നമുക്ക് എന്ത് ചെയ്യും? ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും? ഇച്ചിരി പാടാകും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് 1-2 പ്രോബ്ലം കൂടെ ചെയ്യാം ഇതുപോലെ തന്നെ. നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ, നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് ക്യൂ വന്നിട്ടുണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു t⁴ + t⁶. കേട്ടോ ക്യൂ ഈസ് ഈക്വൽ ടു t⁴ + t⁶. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് അറ്റ് 3 സെക്കൻഡ്. കറണ്ടോ മൂന്നാമത്തെ സെക്കൻഡിൽ കറണ്ട് കണ്ടുപിടിക്കണം. കേട്ടോ മൂന്നാമത്തെ സെക്കൻഡിൽ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ സെക്കൻഡിൽ കറണ്ട് ആകുമ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് മീൻസ് you have to find out the value of instantaneous current. Instantaneous current equation എന്താ? I is equal to dq/dt അല്ലേ. dq/dt. എന്നിട്ട് ക്യൂവിന് എന്ത് ചെയ്യണം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വാല്യൂ. ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് t⁴ + t⁶. ഓക്കെ അല്ലേ. ഇനി ഡെറിവേറ്റീവ് ഓരോന്നിനും കൊടുക്കണം അല്ലേ. ഡെറിവേറ്റീവ് ഓരോന്നിനും കൊടുക്കണ്ടോ. d/dt ഓഫ് t⁴ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം പ്ലസ് d/dt ഓഫ് ആരുടെ ഡെറിവേറ്റീവ്? t⁶ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം കേട്ടോ. ഇനി t⁴ ഡെറിവേറ്റീവ് നമുക്കറിയാം അല്ലേ. d/dx ഓഫ് x⁻n എന്തായിരുന്നു? nx⁻n - 1 ശരിയല്ലേ. അപ്പം d/dt ഓഫ് ഇവിടെ എക്സിന് പകരം t വന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാം t ആയെന്നേ ഉള്ളൂ. t⁴ എന്താണ്? 4t⁻3 4 - 1. അപ്പോൾ എന്ത് വരും? 4t³ വരും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 4t³ പ്ലസ് കണ്ടോ t⁶ അല്ലേ. t⁶ എന്തായിരിക്കും? d/dt ഓഫ് t⁶ എന്തായിരിക്കും? 6t⁻6 - 1. അപ്പോൾ എന്ത് വരും? 6t⁵. അപ്പോൾ എന്ത് വരും? 6t⁵ വരും. കണ്ടോ 6t⁵. കണ്ടോ
ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എത്രാമത്തെ സെക്കൻഡിലാണ്? മൂന്നാമത്തെ സെക്കൻഡിൽ. കണ്ടോ, മൂന്നാമത്തെ സെക്കൻഡ്. അപ്പോൾ മൂന്നാമത്തെ സെക്കൻഡിലാകുമ്പോൾ ടീക്ക് എല്ലാം കൂടെ ഞാൻ എന്ത് കൊടുക്കും? ടീക്ക് എല്ലാം കൂടെ 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും അല്ലേ. അപ്പോൾ 4 × 3³ + 6 × 3⁵. കണ്ടോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് അറ്റ് 3 സെക്കൻഡ് കിട്ടി. കണ്ടോ, അപ്പോൾ ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഇപ്പം പാടായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എന്തറിയത്തില്ല, ഡിഫറൻഷിയേഷൻ നല്ലോണം അറിയാത്തതുകൊണ്ടാണ്. ഡിഫറൻഷിയേഷൻ അറിഞ്ഞു കഴിയുമ്പോൾ ഇത് എന്തായിരിക്കും? ഭയങ്കര ഈസി ആയിട്ട് പോകും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, +1 പഠിച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നോക്കിയേ, 2-3 ചെയ്യാമോ? വേണ്ട. Q = T⁵5 + T⁵7. ഫൈൻഡ് I at 2 സെക്കൻഡ്. അടുത്ത Q = T⁸8 - T⁹9. മൈനസ് വന്നുമ്പോൾ പ്ലസിൻ്റെ ഇടയ്ക്ക് മൈനസും കിട്ടാൻ മതി, അത്രേ ഉള്ളൂ. ഫൈൻ I at T = 4 സെക്കൻഡ്. Q = T⁻10 + T⁻12 + T⁻3. ഫൈൻഡ് I at T = 1 സെക്കൻഡ്. കേട്ടോ, ഇത്രയും ചെയ്യാമല്ലോ. ഇത്രയും സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ.